വനത്തിന്റെ വന്യതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, അരിപ്പ വനത്തിലെ ശാസ്താനടയിലാണ്. ശാസ്താനട എന്ന് പറയുമ്പോൾ വളരെ ഡേഞ്ചർ ഫോറസ്റ്റ് ആണ്. പലരും പറയാറുണ്ട് ആനകളൊക്കെ ഇറങ്ങി ആളുകൾക്ക് അപായമുണ്ടായ സ്ഥലമാണ്. നല്ല മഴക്കാലമായപ്പോൾ ഇതിന്റെ വൈബൊക്കെ കണ്ടോ. വനമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, കുളിര് മാത്രമല്ല, മഴയുടെ കാഴ്ചയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഇലകളും അതുപോലെ തന്നെ മരം പെയ്യുന്നു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു മർമ്മരമൊക്കെ കേൾക്കുമ്പോൾ എന്ത് രസമാണെന്നറിയാമോ. ഇതുപോലെ മരത്തിലെ അള്ളകളൊക്കെ ഉണ്ട്. കയ്യൊന്നും വിടരുതെന്നേ ഉള്ളൂ, കാരണം വളരെ വലിയ അള്ളകളാണ്. കണ്ടോ സൗണ്ട്, ഇങ്ങനെ സൗണ്ടൊക്കെ കേട്ടോ. ഞാൻ പറയുന്ന എക്കോ ഒക്കെ മരുന്നത് എന്ത് മരമാണെന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷേ അതിന്റെ എക്കോ, ഞാൻ സംസാരിക്കുന്നതിനകത്ത് എക്കോ ചെല്ലുന്നുണ്ട്. അങ്ങനെ ജൈവ വൈവിധ്യങ്ങളുടെയും വ്യത്യസ്തരമായ കാഴ്ചകളുടെയും ഒക്കെ ഒരു സ്ഥലമാണ് വനം എന്ന് പറയുന്നത്. നല്ല മഴക്കാലമാണ്, എല്ലാവർക്കും അറിയാം. ചന്നം ഭിന്നമല്ല മഴ പെയ്യുന്നത്, തുള്ളിക്കുരുകുടം പേമാരി എന്ന പോലെയാണ് പെയ്യുന്നത്. പക്ഷെ അടങ്ങിയിരിക്കാൻ വയ്യ കേട്ടോ. അങ്ങനെ മഴയത്ത് വനത്തിൽ പോകുന്നത് കുറച്ച് റിസ്ക് ഒക്കെ ആണെങ്കിൽ തന്നെയും നമ്മൾ നേരെ വനപ്രദേശത്തേക്ക് തന്നെ വെച്ച് പിടിച്ചു. വളരെ ചലഞ്ചിങ് ആയ യാത്ര ചെയ്യുന്നവർക്ക് മാത്രമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ അരിപ്പേരി ശാസ്താനടയിലേക്കുള്ള യാത്ര. കുറച്ച് സാഹസികർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ നേരെ വേങ്കൊല്ല ചെക്ക് പോസ്റ്റിൽ വണ്ടിയുടെ നമ്പരൊക്കെ കൊടുത്ത് എഴുതി ഒപ്പിട്ട് വേണം ഇങ്ങോട്ട് കടന്നു വരാൻ. വല്ലപ്പോഴും ഒക്കെ വരുന്ന ഒരു ശാസ്താനടയിൽ തൊഴുത് തിരികെ പോകാറാണ് പതിവ്. അതിനെത്തുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് കാണാം ഒരു ആനയുടെ പ്രതിമയും ഒരു ഗണപതി വിഗ്രഹവും ഒക്കെ ഇരിക്കുന്നത്. ഇവിടെ വിളക്ക് കത്തിച്ചോ തിരി കത്തിച്ചോ പോയാൽ ആപത്തൊന്നും ഉണ്ടാകില്ല എന്ന് പറയുന്നതാണ്. അപ്പോൾ അവിടെ വലത്തോട്ട് തിരിഞ്ഞു പോകുമ്പോൾ ഒരു വനഗ്രാമമുണ്ട്. അതിന്റെ കാഴ്ചയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. കാടും കാട്ടാറും കാട്ടുചോലകളും എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ ഈ ശാസ്താനടയിലെ വനത്തിൽ കൂടി ഇങ്ങനെ വരുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെള്ളച്ചാലുകളുണ്ട്. അതൊരു മനോഹരമായ കാഴ്ചയാണ്. നമുക്ക് എന്ത് രസമാണെന്നറിയോ. വനത്തിന്റെ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ശ്വാസകോശങ്ങളിലേക്കൊക്കെ തണുത്ത വായു ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പൊല്യൂഷനുമില്ല. അങ്ങനെ വർണ്ണമനോഹരമായ കാഴ്ചകൾക്ക് പുറമെ നമ്മുടെ ശരീരത്തിന് ഉന്മേഷം പകരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വനം. അപ്പോൾ കൊല്ലവും തിരുവനന്തപുരവും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ബോർഡർ ഏരിയയാണ് അരിപ്പ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാഴ്ചകൾ നമുക്ക് കണ്ടു പോകാം. വനയാത്രകളിൽ ഇന്ന് അടിപൊളി ഒരു സ്ഥലത്താണ്. നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുള്ള സ്ഥലമാണെങ്കിലും അവിടുന്ന് ഉള്ളിലോട്ട് കുറച്ച് സ്ഥലത്ത് വന്നാണ് ഇന്ന് വിഷ്വലി ചെയ്യുന്നത്. ശാസ്താനട, നമ്മുടെ അരിപ്പ ഫോറസ്റ്റിന്റെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ശാസ്താനട എന്ന് പറയുന്നത്. അതായത് നമ്മൾ വേങ്കൊല്ല ചെക്ക് പോസ്റ്റിൽ നിന്നും ഒരു 5 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്താൽ ശാസ്താനട എത്തും. അവിടെ നിന്നൊരു വഴിയുണ്ട്. അതുവഴി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെറ്റിൽമെന്റിൽ എത്താൻ പറ്റും. അതിന്റെ മനോഹരമായ പ്രദേശമാണ്. ഒരുപാട് താമസക്കാരൊന്നുമില്ല, പക്ഷേ നല്ല മഴയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ ധാരാളം ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാമല്ലേ. എന്റെ പിന്നിൽ കാണുന്നത് KFDCയുടെ കമ്മ്യൂണിറ്റി ഹാളാണ്. കമ്മ്യൂണിറ്റി ഹാളെന്ന് പറയാനേ പറ്റൂ, ഒന്നുമില്ല, കാരണം ഇവിടെ ഒരുപാട് താമസക്കാരൊന്നും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരൊക്കെ ഇവിടെ വീടുകളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റി ഹാൾ ഉപയോഗമാണെന്ന് ചോദിച്ചാൽ വാതിലും ഇതിന്റെ ബാത്റൂമും ഒക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്. സോ KFDC ഒരുക്കിയിരിക്കുന്ന ഒന്നാണ് എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ട് കമ്മ്യൂണിറ്റി ഹാൾ ശാസ്താനട. എന്തൊക്കെയാലും വനമേഖലകളിലൊക്കെ എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ സംഭവിക്കുന്നു ചോദിച്ചാൽ വനവാസികൾ ഇങ്ങനെ അങ്ങ് പോവുകയാണ് ജീവിതം. അങ്ങനെ കുറെ കാഴ്ചകളുണ്ട് നമുക്ക്. എൻ്റെ പേര് ഷൈജു, ശാസ്താനാണ് താമസം. പിന്നെ ഇവിടെ ജീവിതം ആകെ ഒരു ദുരന്തമാണ്. അനശല്യം കാരണം റോഡിൽ പോകാനും പണിക്ക് പോകാനും പറ്റില്ല. കൂലിപ്പണിയാണ്, ഇടവർക്കും കൂലിപ്പണിയാണ്. പിന്നെ വീടുകളൊക്കെ ഒഴിഞ്ഞ് ആൾക്കാർ ഇപ്പോൾ എല്ലാം നാട്ടിൻപുറത്ത് വാടാക്കി പോയി. ആനശല്യം കാരണം ശല്യമാണ് കൂടുതലും ഇവിടെ. ആന അല്ലാതെ കരടിയുണ്ട്, പുലിയുണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. ഇത് പെരിങ്ങമല പഞ്ചായത്ത്. അരിപ്പ വരെ ഉണ്ട്. ഞാനൊരു 10-25 വർഷമായി ഇവിടെ വന്ന് വിവാഹം കഴിച്ചതാണ്. വരുന്ന വഴിക്കൊക്കെ ആന ഓടിച്ചിട്ടുണ്ട്. ജോലിക്ക് പോയിട്ട് വരുന്ന വഴിക്ക് ആന ഓടിച്ചിട്ടുണ്ട്. നമ്മളെ മടത്തറയും കുളത്തുപുഴയൊക്കെ ആയിട്ടാണ് പണിക്ക് പോകുന്നത്. പോയിട്ട് തിരിച്ച് വരുമ്പോൾ സന്ധ്യയാവും. ആ സമയങ്ങളിൽ ആന റോഡിൽ കയറി നിന്ന് അങ്ങനെ നമ്മളെ ഓടിക്കുകയും എപ്പോഴും വഴിയിൽ ആന വന്ന വഴി ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. ഇത് ആന വരുന്ന വഴിയാണ്. ഇതില് ഇങ്ങനെ കയറും, അതിലേ കയറും. പല കണക്കിനും ഇവിടെ ആന വരും. ആനശല്യമാണ് മൊത്തത്തിലൂടെ. അതിലിവിടെ ആളില്ലെങ്കിൽ കയറി വീടുകൾ നശിപ്പിക്കും. അതുകൊണ്ട് ഈ വീട്ടിന്റെ മണ്ടേ കൂടെ ഒക്കെ മാവ് ഒടിച്ചിട്ടിരുന്നതാണ്. റോഡിലും അപ്പോഴും ആനശല്യം തന്നെ ഏറ്റവും പ്രധാനം. ഇതിലേ ഇറങ്ങും, അക്കരെ കൂടെ വരും. ആന പോണ ഏലാണിത്. കാട്ടിലോട്ട് എല്ലാ ജീവികളും ഉണ്ട്, പാമ്പുകളും എല്ലാ ഉണ്ട്. ഇതിന് അങ്ങോട്ട് നല്ല തിക്ക് ഫോറസ്റ്റ് അല്ലേ? ഇത് ഫുൾ ഫോറസ്റ്റ് ആണ്. നേരത്തെ കുന്തിരിക്കും അതും എടുക്കാൻ പോകുന്നത് ഇപ്പൊ എടുക്കാൻ പോകുന്നില്ല. ഇപ്പൊ മലഞ്ചരക്ക് എടുക്കാൻ നമുക്ക് പാസ്സൊന്നുമില്ല. പാസ്സൊന്നുമില്ല, ആരെയും കയറ്റുന്നില്ല കാട്ടിൽ. പാസ്സുള്ളവരുണ്ട്, ആദിവാസിയൊക്കെ ഉണ്ട്.
ആ. അവരിപ്പോ പോകുന്നുണ്ടോ അതൊക്കെ? അവര് അതിന്റെ സീസൺ അപ്പൊ പോകുന്നുണ്ട്. അവർക്ക് എന്റെ വശമുണ്ടല്ലേ? അവര് എന്റെ വശമുണ്ട്. ഇതിങ്ങനെ അങ്ങോട്ട് ഇതാണ്ട് അവർ അരുവി ചെന്ന് കാണും. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് നമ്മൾ ഫോറസ്റ്റ് റേഞ്ചിൽ ഫോറസ്റ്റ് റേഞ്ചിൽ കയറും. അപ്പൊ ഇതില് പണ്ട് ഫോറസ്റ്റുകാർ എടുത്തിട്ടിരുന്നതാണ് ഇത്. അതെല്ലാം ആന എടുത്ത് കളഞ്ഞ്. ഇതുവഴി ആനെങ്കിൽ ഇറങ്ങും. ഇതുവഴി ആന ഇറങ്ങും, ആൾക്കാരെ കൂടെ വരും. ആനച്ചാലാണോ അങ്ങനെ കിടക്കുന്നത്? അത് ആനച്ചാലാണ്. ആന അതിലേ ഇറങ്ങും, ഇതിലേ ഇങ്ങനെ വരും. ഇതിലെല്ലാം നിരന്ന സ്ഥലമല്ലേ സാർ, റോഡിൽ കൂടെ നടന്നു കയറും. എല്ലാം ആന കയറുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. കാട്ടുപോത്തിന്റെ ശരി എങ്ങനെയുണ്ട്? കാട്ടുപോത്തും ഉണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. ആദിവാസിയൊക്കെ പാസ്സുണ്ട്. ആദിവാസികൾ എത്ര കുടുംബങ്ങൾ? അവര് 19 കുടുംബമുണ്ട്. പോട്ടമാവ്. അവിടെ ഞാൻ പോയിട്ടുണ്ട്. നമ്മള് സാസാനടയിൽ ഇങ്ങനെ കറങ്ങി നമ്മുടെ ഷൈജോണിന്റെ അടുത്ത് വന്നേക്കോട്. നമ്മൾ പെരിങ്ങമല പഞ്ചായത്തിലാണ് ഈ സാസാനട എന്ന് പറയുന്ന അരിപ്പ റേഞ്ചിലാണ്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ തിരുവനന്തപുരവും കൊല്ലവും കൂടെ ഇങ്ങനെ ഇഴുകിച്ചേർന്ന് കിടക്കുന്ന മനോഹരമായ വനപ്രദേശമാണ് അരിപ്പ എന്ന് പറയുന്ന ഒരു പ്രത്യേക വനം. എല്ലാ മൃഗങ്ങളും ഉണ്ട്. അതിനപ്പുറം ഒരു ബേഡ് സാഞ്ചുറിയാണ്. സാഞ്ചുറിയായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിൽ തന്നെയും പക്ഷി നിരീക്ഷണത്തിനായിട്ട് ധാരാളം ആൾക്കാർ വരുന്ന സ്ഥലമാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കേൾക്കാം പിന്നിൽ നല്ല കലപില സൗണ്ട് ഉണ്ട്. ഇപ്പോൾ ചേട്ടൻ ഇവിടെ താമസിക്കുകയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കും. വനത്തിനുള്ളിലാണ് കേട്ടോ. വേങ്കൊല്ലയിൽ നിന്നും ഏതാണ്ട് 8 കിലോമീറ്റർ യാത്രയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൾക്കാരെല്ലാം താമസം മാറിപ്പോയിക്കും അല്ലേ? ഒരുപാട് പേര് താമസം മാറിപ്പോയി അല്ലേ? ആനയെ പേടിച്ച് തന്നെ പോയി. ആനല്ലാതെ പിള്ളേരെ പഠിപ്പിക്കാനും. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റും? വന്നു കഴിഞ്ഞാൽ വലിയ പാട് തന്നെ കൊണ്ടുപോകാനൊക്കെ. രാത്രി വണ്ടി വിളിച്ചാലും പറ്റത്തില്ല, വീട്ടിൽ പാനും പറ്റത്തില്ല. ആന ശല്യം കാരണം അങ്ങനെ പോകും. അടിച്ചിടും. ഓട്ടോറിക്ഷ പോയി ഒരുപാട് അപകടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വനപ്രദേശങ്ങൾ അതുപോലെ മിരിസ്റ്റിക്കയിൽ ഒരാളെ ചവിട്ടിക്കൊന്നില്ലേ? ഒരുപാട് വർഷമായി. അതിനുശേഷമാണ് ബസ്സായത്. ഈ വേങ്കൊല്ല ഭാഗവും ഇങ്ങനെ ചുറ്റി വരുന്ന ഭാഗമാണ്. അതെല്ലാം അമ്മയമ്പലം എല്ലാം വരുന്ന ഭാഗമാണ്. അപ്പൊ നമ്മൾ ഈ അമ്മയമ്പലം ഒക്കെ നേരത്തെ നിങ്ങൾക്ക് തന്നിരുന്നു. സൂപ്പർ സ്ഥലമാണ് കേട്ടോ. നമ്മളൊക്കെ നേരത്തെ വരുന്നെങ്കിൽ എല്ലാവരും ഒന്നും ഇങ്ങോട്ട് വരാറില്ല. കാരണം നമ്മൾ ഈ മരം കയറി നടക്കുന്ന കുരങ്ങന്മാരെന്ന് പറഞ്ഞ പോലെ നമ്മൾ വനം കയറി നടക്കുന്ന ആൾക്കാരായതുകൊണ്ട് വനത്തിനെ പറ്റി കുറേയൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ഇരിയക്കര വാഹനത്തിൽ ഇത്രയും ഉള്ളിലൊക്കെ വരുന്നത്. ഈ ശാസ്താനട എന്ന് പറയുന്ന മനോഹരമായ സ്ഥലം കൂടിയാണ്. തൊട്ടടുത്താണ് ശാസ്താ ക്ഷേത്രം. അപ്പൊ അവിടെ ആന എപ്പോഴും ശാസ്താവിന്റെ മുമ്പ് വരും. അവിടെ ഈ അതൊന്നും ശല്യം ചെയ്യാം. അത് അമ്പലത്തിൽ വരുന്ന ആരെ ഒരു ശല്യം ചെയ്യും. ശല്യം ചെയ്യത്തില്ല. അവിടുത്തെ വിഗ്രഹങ്ങൾ ഒന്നും തൊടാറില്ല. ഇത് വഴിക്കും അങ്ങനെ ഒരു ഇല്ല. ആനപ്പിണ്ടൊക്കെ എന്റെ മുന്നിൽ ഒന്ന് തൊട്ടിട്ടില്ല. ആരാണ്ട് ഒരു ദിവസം പറഞ്ഞ് അവരിങ്ങനെ വന്ന് മോളി നിന്നപ്പോഴത്തെ ആന വന്ന് മണി പിടിച്ചടിച്ചത്. അങ്ങനെയൊക്കെ ഉണ്ടോ സംഭവം? അങ്ങനെ അറിവ് കാണും. അതിലെ കൂടെ ഒക്കെ കയറി വരുന്നുണ്ട്. കുറുക്കിന് മേലൊരു അപ്പൂപ്പൻ നടയുണ്ട്. അപ്പൂപ്പൻ നടയിൽ വന്ന് അതിലെ കൂടെ കയറി വരുന്നുണ്ട്. മേൽക്കൂര ഇല്ലല്ലോ അമ്പലത്തിൽ. നമുക്ക് ഒരു ശല്യം സുഖമാണ്. നല്ല വായു ഒക്കെ ശ്വസിച്ചിരിക്കാൻ പറ്റും. പക്ഷെ ആനയെ പേടിച്ച് ജീവിക്കണം. വന്യമൃഗങ്ങളെ പേടിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. മൃഗങ്ങളില്ലെങ്കിൽ മരിക്കും കാലം വരെ അതെ, ഒരു അസുഖം വലുതായിട്ട് വരത്തൂല്ല. രോഗങ്ങളൊക്കെ കുറവാണ്. പക്ഷെ നമ്മുടെ ഈ സ്ഥലത്ത് ചേട്ടൻ നിൽക്കുന്നത് നല്ല കൂൾ എയർ ആണ്. ബാക്കിൽ കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ ഇവിടെ കുളിച്ച പണി കിട്ടും. അതുകൊണ്ട് കുളിക്കാൻ പറ്റുന്ന പല സ്ഥലങ്ങളിൽ നമ്മൾ കുളിക്കാറുണ്ട്. എന്തായാലും നമ്മുടെ സാസാനടയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് തന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സാസാനടയിലേക്ക് വല്ലപ്പോഴത്തേക്ക് വരണം. വളരെ സുരക്ഷിതമായിട്ട് വരണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല സ്ഥലമാണ്. സാസാവിനെ കണ്ടിട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇനിയും യാത്രകൾ തുടരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ചേട്ടാ ഓക്കെ. വനത്തിന് നടുവിലെ ശാസ്താ ക്ഷേത്രം കൊളത്തൂപ്പുഴ മടത്തറ റൂട്ടിൽ നിന്നും വേങ്കൊല്ല ചെക്ക് പോസ്റ്റിൽ നിന്ന് വരുമ്പോൾ നമ്മൾ എല്ലാവരും വരുന്നൊരു സ്ഥലമാണ് ശാസ്താനട. ഒരു 5 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടെ എത്താം. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ചുറ്റുവട്ടം കെട്ടിയിരിക്കുന്ന കമ്പിക്കപ്പുറത്തെല്ലാം കാട്ടാനകളും കാട്ടുപോത്തും എല്ലാവരും. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ഒരു ആനകളും വന്ന് ഇവിടുത്തെ ഈ ഇതിലൊന്നും തൊടാറോ ഒന്നും ചെയ്യാറില്ല. അത്രയും വളരെ ഭക്തിയോടെ ഒരുപാട് പേരൊരു സ്ഥലമാണ്. ശാസ്താവ് കുടിയിരിക്കുന്ന സ്ഥലമാണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരാൾ പറഞ്ഞതാണ് ഒരു ദിവസം വന്നപ്പോൾ ആന ഇവിടെ നിന്ന് മണി ഇങ്ങനെ പിടിച്ചടിക്കുന്നത്. ശരിക്കും വനത്തിന്റെ നിശബ്ദതയിൽ ഇങ്ങനെ ലയിച്ചു ചേരുന്ന ഒരു മണിയടി ശബ്ദം, ഭക്തിയും അതുപോലെ കാനനത്തിന്റെ സൗന്ദര്യവും. അപ്പോൾ ആനകൾ ഇങ്ങനെ മണിയടിക്കും എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഗണപതി വന്ന് ശാസ്താവിന് മണിയടിച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു വലിയ ഒരു ഭക്തിയുടെ ഒരു വലിയ മൂല്യത്തിലേക്ക് നമ്മൾ പോവാണ്. എന്തെങ്കിലും ആനകൾ മണിയടിക്കട്ടെ, നമ്മൾ മണിയടിക്കുന്നു. കാട്ടാനകൾ ഇറങ്ങുന്ന സമയമായി. ശാസ്താവിനെ കാണാൻ വന്നതുകൊണ്ട് നമ്മൾ തിരിച്ചും കാട്ടാനെ കണ്ടാലും ഒരു അപകടവും നമ്മൾ പോകും. വനയാത്രാ കാഴ്ചകളിൽ ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ പകർത്തി തരുന്നുണ്ട്. കൂടുതലും സാഹസിക യാത്രകളാണ്. വന്യതയിൽ കൂടിയുള്ള യാത്രയാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മരച്ചിലകൾ ഒടിയുന്ന ശബ്ദമൊക്കെ കേൾക്കാം. മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. ശാസ്താനടയിലേക്ക് ആനകൾ വരുന്ന ഒരു വഴിത്താര കൂടിയാണിത്. അപ്പോൾ നമുക്ക് യാത്രകൾ അങ്ങോട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ യാത്രകളൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ ഫോളോ ചെയ്യണം. നമ്മൾ തീർച്ചയായും നിങ്ങൾക്ക് നല്ല നല്ല കാഴ്ചകളാണ് തരുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മുടെ കൂടെ വന്നോളിൻ. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. യാത്രാ കാഴ്ചകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഗ്രീൻ മീഡിയ വിഷൻ.